ദേശീയപാത 85 നിർമ്മാണ വിലക്കിനെതിരെ ഈ മാസം 31 ദേവികുളം താലൂക്കിൽ ഹർത്താൽ ആചരിക്കും. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട അന്നേ ദിവസം ലോങ് മാർച്ചും സംഘടിപ്പിക്കുമെന്ന് ദേശീയപാത കോർഡിനേഷൻ കമ്മിറ്റി 6 മൈലിൽ നിന്ന് നേര്യമംഗലത്തേക്കാണ് ലോങ് മാർച്ചിന് രൂപം നൽകിയിട്ടുള്ളത്. ഹർത്താലിനോടും പ്രതിഷേധ പരിപാടികളോടും എല്ലാ വിഭാഗം ആളുകളും സഹകരിക്കണമെന്നും ദേശീയപാത കോർഡിനേഷൻ കമ്മിറ്റി അഭ്യർത്ഥിച്ചു. ദേശീയപാത 85 ഭാഗമായ നേര്യമംഗലം വനമേഖലയിലെ നവീകരണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ടതായി വന്ന സാഹചര്യത്തിനെതിരെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഹൈറേഞ്ച് മേഖലയിൽ വലിയ പ്രതിഷേധമാണ് നിലനിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മുമ്പ് LDF-ഉം UDF-ഉം ഹർത്താൽ നടത്തിയിരുന്നു. വിഷയത്തിൽ വനംവകുപ്പിനെതിരെ വലിയ പ്രതിഷേധമാണ് നിലനിൽക്കുന്നത്. നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തര സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യവും ശക്തമാണ്. ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് ഈ മാസം 31 ദേവികുളം താലൂക്കിൽ ഹർത്താൽ ആചരിക്കുന്നതിന് ദേശീയപാത കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് അന്നേ ദിവസം 6 മൈലിൽ നിന്ന് നേര്യമംഗലത്തേക്ക് ലോങ് മാർച്ചും സംഘടിപ്പിക്കും. ഹർത്താലിനോടും പ്രതിഷേധ പരിപാടികളോടും എല്ലാ വിഭാഗം ആളുകളും സഹകരിക്കണമെന്ന് ദേശീയപാത കോർഡിനേഷൻ കമ്മിറ്റി അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു. ലോങ് മാർച്ച് 6 മൈലിൽ നിന്നും 10 മണിക്ക് ആരംഭിച്ച് നേര്യമംഗലത്തെത്തി അവിടെ ധർണയോടുകൂടി അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത് ഒരു നാടിൻ്റെ ആകെ നിലനിൽപ്പിൻ്റെ ഗൗരവമായ വിഷയം എന്ന നിലയിൽ ഈ ദേവികുളം താലൂക്കിൽ അന്നേ ദിവസം ഹർത്താലായി പ്രഖ്യാപിക്കാനും കടകളടച്ച് തൊഴിലാളികൾ പണം മുടക്കി വാഹന ഉടമകളും മുഴുവൻ ജനങ്ങളും ഒരു രാഷ്ട്രീയ പക്ഷഭേദമില്ലാതെ ഒന്നിച്ചിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ആണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. വനം വകുപ്പിന്റെയും പരിസ്ഥിതിവാദികളുടെയും ഉദ്യോഗസ്ഥ ലോബിയുടെയും തന്ത്രപരമായ നീക്കമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്ന് ദേശീയപാത കോർഡിനേഷൻ കമ്മിറ്റി ആരോപിക്കുന്നു. റവന്യൂ രേഖകൾ അനുസരിച്ച് റോഡുമായി ബന്ധപ്പെട്ട് 100 അടി വീതിയിലുള്ള ഭൂമി പൊതുമരാമത്ത് വകുപ്പിന് അവകാശപ്പെട്ടതാണെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി നിലനിൽക്കെയാണ് സർക്കാരിനും ചീഫ് സെക്രട്ടറിക്കും വേണ്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഈ ഭാഗം വനമാണെന്ന റിപ്പോർട്ട് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ കോടതി വിധി. പൊതുമരാമത്ത് വകുപ്പിന്റെയോ റവന്യൂ വകുപ്പിന്റെയോ അഭിഭാഷകർ ഇത് സംബന്ധിച്ച് കോടതിയിൽ ഹാജരാകുകയോ സത്യവാങ്മൂലം സമർപ്പിക്കുകയോ ചെയ്തില്ല. സർക്കാർ ഇടപെട്ട് യഥാർത്ഥ രേഖകൾ കോടതിയിൽ ഹാജരാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ദേശീയപാത കോർഡിനേഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. 31 രാവിലെ 10:00 6 മൈലിൽ നിന്ന് ആരംഭിക്കുന്ന ലോങ് മാർച്ച് 12:30 നേര്യമംഗലത്തെത്തും. തുടർന്ന് നേര്യമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുമ്പിൽ ധർണാ സമരം നടക്കും. വിവിധ മത സാമുദായിക കർഷക സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും വ്യാപാരികളുടെയും ഓട്ടോ ടാക്സി ബസ് തൊഴിലാളികളുടെയും പിന്തുണ സമരത്തിനുണ്ടെന്നും ദേശീയപാത കോർഡിനേഷൻ കമ്മിറ്റിക്ക് വേണ്ടി റസാഖ് ചൂരവേലിൽ, ബെന്നി കോട്ടക്കൽ, രാജീവ് പ്ലാമൂട്ടിൽ, സന്തോഷ് മാധവൻ, KK രാജൻ, K കൃഷ്ണമൂർത്തി, നവാസ് ഹൈടെക് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അടിമാലി.